വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഫാൻസിന് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഉപ്പും മുളകും തിരിച്ചു വരുന്നു, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഉപ്പും മുളകും 2 നിർത്തുമ്പോൾ തന്നെ അതിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് നിർത്തിയത്, എന്താണ് റീസൺ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മളും സീസൺ 3 ബാലും നീലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളും സീസൺ 3 വരുമോ എന്നുള്ള കൺഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു വ്യക്തമായ മറുപടി നമ്മൾ അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നിർത്തിയതിലും ബാലും നീലും ചിലപ്പോഴേ ഉണ്ടാവത്തുള്ളൂ എന്ന് അവർ ലൈവിൽ പറഞ്ഞതൊക്കെ വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സ് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്, ഇനി ഒരിക്കലും ഉപ്പുമുളകും 3 വരില്ല എന്ന രീതിക്കൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിൽ, അതായത് ഒഫീഷ്യലായിട്ട് ടീമിൽ തന്നെ വിളിച്ച് മനസ്സിലാക്കിയതിൽ നമുക്കറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ 3 ഉടൻ തന്നെ ഉണ്ടാവും. മാത്രമല്ല, ബാലുവും നീലും പിള്ളേരും തന്നെ ആയിരിക്കും സീസൺ 3യിലും വരിക. ഇപ്പോൾ സീസൺ 3 ഉറപ്പായിട്ടും തിരിച്ചെത്തുക തന്നെ ചെയ്യും. ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് ഒരിക്കലും വരില്ല, നമ്മൾ പറയുന്നത് കള്ളമാണ് എന്ന രീതിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ന്യൂസ് തന്നെയാണ് അത് ഉപ്പുമുളകും സീസൺ 3 ഉറപ്പായിട്ടും വരും എന്നുള്ളത്. മാത്രമല്ല, ബാലും നീലും പിള്ളേരും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസിനൊന്നും യാതൊരു പ്രസക്തി തന്നെയില്ല. അവരെ ലൈവിൽ പറഞ്ഞിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. വിളിച്ചാൽ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിളിച്ചാൽ ഉറപ്പായിട്ടും അവർ പോകും. അതിൽ യാതൊരു കൺഫ്യൂഷനും തന്നെ ഉപ്പുമുളകും ഫാൻസിന് വേണ്ട. പിന്നെ ഫ്ലവേഴ്സും ബാലും നീലും ഇവരൊക്കെ ആയിട്ട് യാതൊരു പ്രശ്നവും തന്നെ ഇല്ല. ഉപ്പുമുളകും നിർത്താൻ കാരണം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അതായത് കേശുവിൻ്റെയും ശിവയുടെയൊക്കെ എക്സാം സമയത്ത് അപ്പോൾ കുറച്ച് ഡള്ളായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തൽക്കാലം ഒന്ന് നിർത്തി വെക്കാമെന്ന് പറഞ്ഞ് ചെറിയൊരു ബ്രേക്ക് ഇട്ടത് തന്നെയാണ്. ഇത് ജൂണിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജൂൺ അല്ലെങ്കിൽ ജൂലൈ, ഈ 2 മാസത്തിനുള്ളിൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യും. കുറേ പുതിയ കഥാപാത്രങ്ങളും ഉപ്പുമുളകും സീസൺ 3 വരുന്നുണ്ട്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിക്കുള്ള ന്യൂസുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മുടിയൻ ആദ്യം തുടക്കത്തിലൊന്നും ഉണ്ടാവാൻ യാതൊരു ചാൻസും തന്നെയില്ല. പിന്നെ സിദ്ധു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും ഉപ്പുമുളകും വരാൻ പോകുന്നത്. പിന്നെ ഈ ന്യൂസുകളൊക്കെ ഫേക്കാണെന്ന് പറയുന്നവരോട് നമ്മൾ പറയാനുള്ളത്, നമ്മൾ അത്രയും റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അതായത് ഒഫീഷ്യലായിട്ടുള്ള വ്യക്തികളോട്. ഈ ന്യൂസുകളൊന്നും ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് 100% വിശ്വസിക്കാൻ പറ്റുന്നൊരു വാർത്ത തന്നെയാണ്. ഉപ്പുമുളകും എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക തന്നെ ചെയ്യും. ബാക്കിയെല്ലാം റൂമേഴ്സ് മാത്രമാണ്. അതായത് ഇവർ തമ്മിൽ പ്രശ്നത്തിലാണ് എന്ന് പറയുന്നതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവർ ലൈവ് ഇട്ടപ്പോൾ നമ്മളടക്കം കൺഫ്യൂസ് ആയതാണ്. പിന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അതായത് ഉപ്പുമുളകും സീസൺ 3 വരാൻ പോവുകയാണ്. നിങ്ങളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.